നമസ്കാരം. വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല മേഖലകളിൽ ഉരുൾപൊട്ടലുണ്ടായിട്ട് മാസം 5 കഴിഞ്ഞിരിക്കുന്നു. സന്നദ്ധ സംഘടനകളും വ്യക്തികളും രാഷ്ട്രീയ നേതാക്കളും സമുദായ സംഘടനകളുമൊക്കെ ദുരിതബാധിതർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകാമെന്നുള്ള വാഗ്ദാനമാണ് പതിവിൽ നിന്ന് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇതിനെതിരെ കണ്ണടച്ചിരുന്ന സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഉണർന്ന് പ്രവർത്തിച്ചിരിക്കുകയാണ്. അതായത് അവിടെ വയനാട്ടിൽ ടൗൺഷിപ്പ് കൊണ്ടുവരാനൊക്കെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു കഴിഞ്ഞു. അതിൻ്റെ ആദ്യപടിയായി വീടുകൾ വാഗ്ദാനം ചെയ്ത ചിലരെയൊക്കെ മീറ്റിങ്ങിനൊക്കെ വിളിച്ച് അതിൻ്റെ പ്രാരംഭ ഘട്ടങ്ങളൊക്കെ മുഖ്യമന്ത്രി മിനിഞ്ഞാന്ന് തുടക്കമിട്ടു. പക്ഷേ ഒരു സംശയം, 1000 സ്ക്വയർ ഫീറ്റുള്ള വീടുകളാണ് അവിടെ പണിയുന്നത്. 1000 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട് പണിയുമ്പോൾ 30 ലക്ഷം രൂപയാണ് സർക്കാർ ചിലവ് കണക്കാക്കുന്നത്. നമുക്കറിയാം, ഇവിടെ സാധാരണക്കാർ പോലും, സാധാരണ ഇവിടെ ചെറിയ കോൺട്രാക്ടർമാർ പോലും 1200 രൂപ, അതായത് കുറച്ച് ഗുണമേന്മ കുറഞ്ഞ സാധനങ്ങൾ ഇട്ട് നിർമ്മിച്ചാൽ പോലും 1100 രൂപ 1200 രൂപ നിരക്കിൽ വീടുകൾ നിർമ്മിച്ച് നൽകുമ്പോൾ 1600 രൂപയ്ക്കും 1800 രൂപയ്ക്കും നല്ല ഹൈ ക്വാളിറ്റി സാധനങ്ങൾ കൊണ്ട്, സാധന സാമഗ്രികൾ കൊണ്ട്, കെട്ടിട നിർമ്മാണ സാധന സാമഗ്രികൾ കൊണ്ട് വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്ന കോൺട്രാക്ടർമാരിവിടെയുണ്ട്. അപ്പോൾ 3000 രൂപ എന്ന് പറയുമ്പോൾ തേക്കിൻ തടിയിൽ ഈ പറയുന്ന ജനൽ വാതിലുകളും മറ്റുമൊക്കെ ഉണ്ടാക്കിയാൽ പോലും ഈ ഒരു 30 ലക്ഷം രൂപ ആകില്ല. അതായത് ഒരു സ്ക്വയർ ഫീറ്റിന് 3000 രൂപയാണ് സർക്കാരിൻ്റെ കണക്ക്. അതിൽ നിന്ന് തന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമാണ്. പിന്നെ പതിവ് പോലെ എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടിംഗ് സൊസൈറ്റിക്ക് തന്നെയാണ് ഇതിൻ്റെയും നിർമ്മാണ ചുമതല. കൺസൾട്ടൻസിക്കായി കിഫ്ബിയെയും ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ എവിടെ എത്തുമെന്നൊക്കെ നമുക്ക് ഊഹിക്കാം. പക്ഷേ ഇത്രയൊക്കെ ആയിട്ട് പോലും, അതായത് 1000 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടിന് 30 ലക്ഷം രൂപ ചിലവാകും എന്ന് പറയാൻ എങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രിക്ക് കഴിയുക? അദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണോ? അദ്ദേഹത്തിന് ഇതേക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണോ? കാരണം മാധ്യമങ്ങളും പൊതുജനങ്ങളും ഇതിനെ ഈ മേഖലകളിലെ വിദഗ്ധരുമൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് മാത്രമല്ല, ദുരിതബാധിതർക്ക് പോലും ഇതേക്കുറിച്ചറിയാം. 15 ലക്ഷം രൂപ കണക്കാക്കിയാണ് ഈ സന്നദ്ധ സംഘടനകളും DYFI ഉൾപ്പെടെയുള്ള സംഘടനകളും വ്യക്തികളുമൊക്കെ വീടുകൾ നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞത്. പക്ഷേ അത് 16 ലക്ഷത്തിലേക്ക് പോകും എന്നൊക്കെയാണ് അതിന് ശേഷം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പോലും അവരൊക്കെ ആ വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ ഈ 30 ലക്ഷം രൂപ 1000 സ്ക്വയർ ഫീറ്റുള്ള വീടിന് എന്ന് പറയുമ്പോൾ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഇതൊക്കെ ചോദിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ അവർക്കെതിരെ കള്ളക്കേസ് എടുത്ത് വായടപ്പിക്കുക എന്നത് വളരെ മോശപ്പെട്ട ഒരു രീതിയാണ് ഭരണകൂടത്തിന്. പക്ഷേ അതോടൊപ്പം തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഇത്രയും പേർക്ക്, അത് പുതിയ ഈ വീടുകൾ നിർമ്മിക്കുന്നതിന് പ്രത്യേക പണം സ്വീകരിക്കുന്നതിനായി, സംഭാവനകൾ സ്വീകരിക്കുന്നതിനായി അക്കൗണ്ടുകളൊക്കെ തുടങ്ങുമെന്നാണ് പറയുന്നത്. എന്തിനാണ് അത്തരത്തിലൊരു രീതിയിലേക്ക് പോകുന്നതെന്ന് മനസ്സിലാകുന്നില്ല. കാരണം സിദ്ധരാമയ്യ 100 വീടുകൾ, രാഹുൽ ഗാന്ധി 100 വീടുകൾ, അഖിൽ മാരാർ 4 വീടുകൾ, അതുപോലെ കത്തോലിക്ക സഭ, SNDP, NSS ഇവരൊക്കെ വീടുകൾ നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം ലീഗ് ഇവരൊക്കെ വീട് നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്ര വീടുകൾ നിർമ്മിക്കണം, അതിന് ഇത്ര രൂപ സ്ക്വയർ ഫീറ്റ് പോട്ടെ, 2000 രൂപ കണക്ക് കൂട്ടിക്കോളൂ. 2000 രൂപ ഒരു സ്ക്വയർ ഫീറ്റിന് വെച്ച് 1000 സ്ക്വയർ ഫീറ്റിന് 20 ലക്ഷം രൂപ. നിങ്ങൾ എത്ര വീടുകളാണ് നിർമ്മിച്ച് നൽകാൻ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ 50 വീടുകളാണെങ്കിൽ 20 ലക്ഷം രൂപ വെച്ച് 50 വീടുകളുടെ പണം അവരിൽ നിന്ന് സ്വീകരിക്കുക. ആ പണം കൊണ്ട് വീടുകൾ നിർമ്മിച്ച് നൽകുക. അതാണല്ലോ സുതാര്യമായൊരു രീതി. എന്നാൽ അതിൽ നിന്നെല്ലാം ഒരു വ്യത്യസ്തമായി, കാരണം ഇതിപ്പോൾ കോടതിയുടെ ഇടപെടലും ജനങ്ങളുടെ രോഷവും ഒക്കെയാണ് ഇപ്പോൾ സർക്കാരിനെ ഇത്തരത്തിലുള്ള ഒരു ദ്രുതഗതിയിലുള്ള ഒരു നടപടികളിലേക്ക് പ്രേരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം. അതുപോലെ തന്നെയാണ് ഈ സംഭാവനകൾ സ്വീകരിക്കുന്നതിന് പുറമേ തന്നെ സിമൻറ്റുകായും കമ്പിയായും ഒക്കെ, അതായത് വീട് നിർമ്മാണ സാമഗ്രികളായുള്ള സംഭാവനകളുമൊക്കെ സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത് കേട്ടിട്ട് ചിരി തോന്നുന്നു. പണ്ടൊക്കെ ഈ മണ്ഡലകാലത്ത് ക്ഷേത്രങ്ങളിൽ, ഗ്രാമപ്രദേശങ്ങളിലെയും മറ്റും ക്ഷേത്രങ്ങളിലൊക്കെ കഞ്ഞിവീഴ്ത്ത് സദ്യ നടത്തുമായിരുന്നു. ഈ കഞ്ഞിവീഴ്ത്ത് സദ്യയ്ക്കായിട്ട് വീടുകൾ തോറും ഈ ക്ഷേത്ര ഭാരവാഹികളും ഭക്തരുമൊക്കെ വീടുകൾ തോറും കയറിയിറങ്ങി, ചാക്കുകളും സഞ്ചികളുമൊക്കെയായി വീടുകൾ തോറും കയറിയിറങ്ങി ഈ ഭക്ഷണ സാധനങ്ങൾ, അതായത് ചേന, ചേമ്പ്, പച്ചക്കറികൾ, അരി, തേങ്ങ ഇതൊക്കെ ശേഖരിക്കുന്ന ഒരു പതിവുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ എത്താൻ പറ്റാത്ത ഇടങ്ങളിൽ പലരും സ്വമേധയാ ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ, അതായത് ഈ പച്ചക്കറികളും അരിയും ഈ കഞ്ഞിവീഴ്ത്ത് സദ്യ ഒരുക്കാൻ വേണ്ട സാധനങ്ങളുമൊക്കെ അങ്ങോട്ടേക്ക് ക്ഷേത്രങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പതിവുണ്ട്. ഇതൊക്കെ കൂടാതെ തന്നെ ക്ഷേത്രങ്ങളിൽ 41 ദിവസം മണ്ഡലകാല സമയത്ത് ഈ ക്ഷേത്ര ഭാരവാഹികൾ വിളിച്ചു പറയാറുണ്ട്, ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഈ കഞ്ഞിവീഴ്ത്ത് സദ്യ ഒക്കെ ആവശ്യമായ പച്ചക്കറികളും അരിയും തേങ്ങയുമൊക്കെ ഭക്തർ ക്ഷേത്രത്തിലേക്ക് എത്തിച്ച് ഇതിനോടൊപ്പം സഹകരിക്കണമെന്ന്
താഴ്മയായി അഭ്യർത്ഥിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അനൗൺസ്മെൻറ്റ് പലപ്പോഴും കേട്ടിട്ടുണ്ട്. അതുപോലെയാണ് ഇത് തോന്നുന്നത്. കാരണം സന്നദ്ധ സംഘടനകളും വ്യക്തികളും വീടുകൾ നിർമ്മിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൂടി വീണ്ടും ഒരു അക്കൗണ്ട് തുടങ്ങുകയാണ് ഈ സംഭാവനകൾ സ്വീകരിക്കാൻ വേണ്ടി. അതെന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. അതുകൂടാതെയാണ് ഈ പറയുന്ന മണ്ഡലകാലത്ത് ഇത്തരത്തിൽ കഞ്ഞിവീഴ്ത്ത് സദ്യക്കുള്ള സാധന സാമഗ്രികൾ സ്വീകരിക്കുന്നത് പോലെ, ഭക്ഷണ പദാർത്ഥങ്ങൾ സ്വീകരിക്കുന്നത് പോലെ സിമൻറ്റും കമ്പിയും ഒക്കെ സംഭാവന ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നത്. എന്തൊക്കെ സംഭവിച്ചാലും അതൊന്നും തങ്ങൾക്ക് ബാധകമല്ല എന്ന രീതിയിലാണ് സർക്കാരിൻ്റെയും പാർട്ടിയുടെയും ഒക്കെ മുന്നോട്ടുള്ള പോക്ക്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഈ 30 ലക്ഷം രൂപ ഒരു വീടിന് വേണ്ടി ചിലവാക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഞാൻ ഈ പറയുന്നത് ഇവിടെ റെയ്ഡിനെത്തിയ സാറന്മാർ ഉൾപ്പെടെയുള്ളവരോടാണ് ഞാൻ പറയുന്നത്. സാറേ, ഇതൊരു അഭിപ്രായ സ്വാതന്ത്ര്യം മാത്രമാണ്. ഒരു സാധാരണ ഒരു അരിയാഹാരം കഴിക്കുന്ന പാർട്ടി രാഷ്ട്രീയ അന്ധത ബാധിക്കാത്ത, അടിമത്തം ബാധിക്കാത്ത ഒരു സാധാരണ പൗരനുണ്ടാകുന്ന ചോദ്യങ്ങളാണ് ഞാൻ ഈ ചോദിക്കുന്നത്. അതായത് എങ്ങനെയാണ് സാർ ഒരു 30 ലക്ഷം രൂപ 1000 സ്ക്വയർ ഫീറ്റിന് വീടിനാകുക? 1000 സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മിക്കാൻ സാധന സാമഗ്രികൾ കൊണ്ട് നിർമ്മിക്കാൻ എങ്ങനെയാണ് സാർ 30 ലക്ഷം രൂപയാവുക? ഒരു സ്ക്വയർ ഫീറ്റിന് എങ്ങനെയാണ് സാർ 3000 രൂപ ആവുക? നിങ്ങൾ തന്നെ ചിന്തിക്കൂ. എന്തിനാണ് സാർ പുതിയൊരു അക്കൗണ്ട് കൂടി തുടങ്ങുന്നത്? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാനുള്ള അറിയിപ്പൊക്കെ വന്നു. ഒരുപാട് കോടിക്കണക്കിന് രൂപ, ഏകദേശം 600-800 കോടിയോളം രൂപ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായി കിട്ടിയിട്ടുണ്ട്. ആ പണമൊന്നും ചിലവഴിച്ചിട്ടില്ല എന്നാണ് വിവരാവകാശ രേഖകൾ, കഴിഞ്ഞ മാസം പുറത്തിറങ്ങിയ വിവരാവകാശ രേഖകൾ വ്യക്തമാക്കിയത്. ഇതൊക്കെ മാധ്യമങ്ങൾ വന്നതാണ്, ഞാൻ പറയുന്നതല്ല. ഇനി അതിൻ്റെ പേരിൽ എൻ്റെ മേൽ കുതിര കയറാൻ വരരുത്. അത് കൂടാതെയാണ് ഈ കഞ്ഞിവീഴ്ത്ത് സദ്യക്ക് കപ്പയും ചേനയും ചേമ്പും അരിയും തേങ്ങയും ഒക്കെ ചോദിക്കുന്നത് പോലെ കമ്പിയും സിമൻറ്റും ഒക്കെ ചോദിക്കുന്നത് എന്തിനാണ് സാർ? ഇതൊക്കെ ചോദിക്കുമ്പോൾ എങ്ങനെയാണ് ഞങ്ങൾ കുറ്റക്കാരാകുന്നത്? ഒരു സാധാരണ പൗരൻ്റെ ചോദ്യങ്ങളല്ലേ ഇതൊക്കെ കലാപാഹ്വാനമല്ല സാർ. ഇതൊക്കെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യവും അതിൻ്റെ പരിധിയിൽപ്പെടുന്ന സംശയങ്ങൾ മാത്രമാണ്. ഇത് കേരളത്തിലെ പൊതുജനങ്ങളും പലരും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. പക്ഷേ അടിച്ചമർത്തൽ കൊണ്ട്, കള്ളക്കേസ് എടുക്കുമെന്ന് ഭയന്നുകൊണ്ട് ആണ് അവർ പലരും മിണ്ടാതിരിക്കുന്നത്. പക്ഷേ ഇത് ചോദിക്കാതിരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ ഇനിയും ഉയരും. അറസ്റ്റാവാം, റെയ്ഡാവാം, ഇനി ജയിലിൽ അടയ്ക്കലും ആവാം. വീണ്ടും കാണാം. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.